ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ കപ്പയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു 3/4 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് സവാളയും കറിവേപ്പിലയാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് സവാളയും കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. കൂടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഞാനിവിടെ മീറ്റ് മസാലയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ മീറ്റ് മസാലയായിരുന്നു ഇട്ടത്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് കേട്ടോ. മീറ്റ് മസാല ഇട്ട് ചിക്കനും ഇട്ട് ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് ഒരു 2 വിസിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ തേങ്ങ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പെരുംജീരകവും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട്, മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയും കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഇത് വെള്ളം പിന്നെ കൂട്ടാതെ തന്നെ മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും വെന്തിട്ടുണ്ട്, നമ്മുടെ കപ്പയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വേറെ വലിയൊരു പാത്രം എടുത്തിട്ട് നമ്മൾക്ക് കപ്പ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ കൂടെ ഇടാം. കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റണം. പിന്നെ നമുക്ക് വേണ്ട എത്ര വെള്ളം ഒന്ന് കുഴഞ്ഞിരിക്കണമല്ലോ. നമുക്കത് എങ്ങനെയാണോ പാകം നോക്കിയിട്ട് ആ പാകത്തിന് നമുക്ക് വെള്ളമെല്ലാം കറക്റ്റായിട്ട് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.